ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോ ഇന്ന് നമ്മൾ കറങ്ങാൻ പോവുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആട്ടോ. നമുക്ക് 2 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. 1:55. അപ്പൊ 12:55 അവിടെ എത്താം. ഇപ്പൊ സമയം 7:50 ആവുന്നു. അപ്പൊ നമുക്ക് ബ്ലൂ സിറ്റി ഒക്കെ കണ്ട് കറങ്ങി വരണം. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 9th നമ്മളിവിടെ വരും. ഉസ്താദ് ഹോസ്റ്റലിലെ 2 വീട് പുറകെയാണ് അവന്റെ വീട്. അപ്പൊ അളിയൻ ഇപ്പൊ വരുന്നു. ഒരു 8ാം ക്ലാസ് പെൺകുച്ചേരൻ കേട്ടോ. അപ്പൊ വരുന്നു, നമ്മളെ കൊണ്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞു. നോക്കാം, വെയിറ്റിംഗ് ഫോർ ഹിം. അപ്പൊ നൈറ്റിക്ക് വന്നു കേട്ടോ. നൈറ്റിക്ക് നമ്മളെ ബ്ലൂ സിറ്റി കൊണ്ട് കാണിക്കാൻ വേണ്ടി പോവാ. നോക്കാം, നടന്നു പോകാം അണ്ണൻ പറയുന്നത്. നടത്തം തുടരുന്നു. ഞാനൊരു ബ്ലൂ സ്റ്റിലേക്ക് പോകുന്ന വഴി ഇന്നലെ അവിടെ ഭയങ്കര വെള്ളം കയറിയ കാരണം റോഡൊക്കെ അടച്ചിട്ടേക്കുക. അതിനെ സൈൻ ബോർഡൊക്കെ കാണുന്നത്. നമുക്ക് വണ്ടിക്ക് നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് നടന്നിപ്പോൾ പോവാം. അവിടെ ഫുള്ള് വൃത്തിയേടാട്ടോ. വൃത്തിയേടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര വൃത്തിയേട്. റോഡിൽ കൂടെ നമുക്ക് പോകണ്ടേ, ഫുള്ള് വെള്ളം കയറിയിരിക്കുക. ചേട്ടനിടുന്ന് പത്രം വായിക്കുന്നതാണ്. ഇതാണ് नैतिक फिर से वही लमीन यामाल का जर्सी पहन कर आया है. उसका नंबर चेंज हो गया ना, 10 हो गया. വലിയ ബാഴ്സലോണ ഫാൻ കേട്ടോ. പോകുമ്പോൾ അത്യാവശ്യം റോഡ് നല്ല കേട്ടോ, മാർബിൾ ഇട്ട റോഡാട്ടോ. പക്ഷെ സ്റ്റിൽ വെള്ളം കയറിയിരിക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു. രാത്രിയും പകലും രാവിലെ ഉണ്ടായിരുന്നു. ചെറുതായിരുന്നു മഴ കുറഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങി. ഇവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുക എന്നാണ്. അപ്പോൾ അവൻ ഇൻസ്റ്റാ ഡി പിയിലൊക്കെ ഇട്ടേക്കുന്ന വെച്ചിട്ട് ബാഴ്സയുടെ ജേഴ്സി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ പോകുന്ന ബ്ലൂ സിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കര ചെറിയ റോഡുകളാണ്, കുഞ്ഞു റോഡുകളും വെള്ളം കയറിയുണ്ട്. ആക്ച്വലി നമ്മൾ മോശം റോഡായതുകൊണ്ട് ഷൂ ഇടേണ്ടിയായിരുന്നു. പക്ഷേ എൻ്റെ ഷൂ ഫുൾ നനഞ്ഞിരിക്കുക. ഷൂ നനഞ്ഞതിൻ്റെ പുറമെ നമ്മുടെ സോക്സും നനഞ്ഞിരിക്കുക ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് ഇടാഞ്ഞ് ചെരുപ്പിടുന്നത് ശരിക്കും മണ്ടത്തിലായിപ്പോയി. മുമ്പോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ. സോക്സ് വേണമെങ്കിൽ നൈറ്റിക്കേണ്ടി ചോദിച്ചാൽ ഞാൻ പറഞ്ഞത്. നേരത്തെ ചോദിക്കേണ്ടി വരും. റോഡിലാണ് ഫുൾ പട്ടികളാട്ടോ, ഒരുപാട് കുറയ്ക്കുന്ന പട്ടികളുണ്ട്. പിന്നെ സീനൊന്നുമില്ല, നമ്മളിങ്ങനെ നടക്കുക. इस जगह का नाम क्या है? इस जगह गुलाब सागर. गुलाब सागर? अरे यार ये गुलाब सागर पानी ऊपर है, बाकी बहुत नीचे होता है. अच्छा. बहुत बहुत गहरा है. सही है. ഓൾമോസ്റ്റ് ബ്ലൂ സിറ്റി നമുക്ക് കാണാൻ കേട്ടോ. അവിടെ മേർഗങ് ഫോർട്ട് അവിടെ നിന്ന് കാണുന്നത്. അതാണ് അതിൻ്റെ വ്യൂ. ഇവിടെ ജോധ്പൂരിൽ എവിടെ നോക്കിയാലും നമുക്ക് ഈ ഫോർട്ട് കാണാം. അതാണ് ഈ ഫോർട്ടിൻ്റെ പ്രത്യേകത. ഗുലാബ് സാഗർ ഇത് 100 അടി വരെ താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് പേര് സൂയിസൈഡൊക്കെ ചെയ്യാൻ വരുന്നത്. ഇത് ഈ കാണുന്നതാണ് ബ്ലൂ സിറ്റി. ബ്ലൂ സിറ്റി തുടങ്ങിയെന്ന് തോന്നുന്നു. ബ്ലൂ സിറ്റി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ വീടൊക്കെ ഉണ്ട്. പക്ഷെ അതിനിടയ്ക്ക് വേറെ കളറുണ്ട്. താഴെ ബ്ലൂ വെച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വൃത്തികെട്ട പശു കേട്ടോ. അതിനെ ദൈവമായിട്ടാണ് കാണുന്നത് തോന്നുന്നവർ. ഒരാൾ വന്ന് കൈകൂപ്പി തൊഴുതിട്ടൊക്കെ പോകും. ചെറുതായിട്ട് വഴി തെറ്റിയെന്നൊരു സംശയം. നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാം. പിന്നെ ഇവിടുത്തെ ആണെങ്കിലും ഇവന് വഴിയൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. 2 വർഷം മുമ്പ് പോയതൊക്കെ കേട്ടോ. ഇൻഡീക് റെസ്റ്റോറൻറ്റ്. പക്ഷെ ഇതിൻ്റെ വ്യൂ ഉണ്ടോ മോനെ, സീൻ സാധനം. ഒരു വലിയൊരു ഫോർട്ട് പോലെ തോന്നുന്നു, ഫോർട്ടോ പാലസോ പോലെ. ആ രീതിയിൽ വെച്ചേക്കും. പൽ ഹവേലി. റെസ്റ്റോറൻറ്റ് മാലുമേ. ഇത് നമ്മുടെ സർദാർ മാർക്കറ്റിൽ നമ്മൾ വീഡിയോ എത്തിയിട്ടോ, ഗിർഡിക്കോട്ട്. നമ്മൾ ഇന്നലെ വന്ന ജണ്ടാകാറില്ലേ, അത് കാണാം. എൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് വേറൊരു ഇതുണ്ട്, സർദാർ മാർക്കറ്റിൻ്റെ ഒരു ഇത് ഇറങ്ങിയാട്ടോ. ഇത് दरगाह और मस्जिद अलग अलग होता है क्या? अरे यार मुझे तो नहीं मालूम. അപ്പോൾ നമ്മളൊരു ദർഗ കണ്ടുപിടിക്കണം. അവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോകണമെന്നാണ് പറയുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഇനി 750 മീറ്റർ ഉണ്ട്. നോക്കാം. നേരെ പോയി ഞാൻ ദർഗ എത്തും കേട്ടോ. വൃത്തിഹീനമായ റോഡെന്ന് പറഞ്ഞല്ലോ, ഫുൾ അഴുക്ക്, പ്ലാസ്റ്റിക്, വൃത്തികേട്, ഇങ്ങനെ ഒരു തീരെ വൃത്തിയില്ലാത്തൊരു സ്ഥലമായിട്ട് ഇത്. बहुत गंदगी है यार. हमारे बात ऐसा नहीं होता यार, साफ है सब कुछ. പക്ഷേ കൂട്ടത്തിൽ ഞാൻ പോയ സിറ്റികൾ ജയ്പൂർ, ഉദയ്പൂർ, माउंट आबू നോക്കുമ്പോൾ ये साफ, सबसे साफ. वहाँ उससे भी गंदा था क्या? या वहाँ उससे भी गंदा था. എടാ വേസ്റ്റ് ഒക്കെ ഇട്ടേന്നുണ്ട്. എനിക്ക് കലി വരുന്നു വാങ്ങി. ഹായ് തേങ്ങ വെള്ളം കേട്ടോ. സൈഡിൽ കൂടെ പോ. നേരെ പോയാൽ ദർഗ എത്തുന്നാണ് ഒരു അച്ചാച്ചൻ പറഞ്ഞു. എവിടെയാ ദർഗ? ഇവിടെയൊക്കെ നമുക്ക് കാണാം. വെൽക്കം ടു ബ്ലൂ സിറ്റി. പച്ചേത്തിയ ഹിൽ നടിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാണാം ആക്ച്വലി ബ്ലൂ കളറിൽ. ഈ വഴി തുടങ്ങി കേട്ടോ മോനെ. ബ്ലൂ കളർ ഹിൽസ് വന്നു, ബ്ലൂ കളർ ബോളുകൾ വന്നു. ഇതെല്ലാം ആക്ച്വലി റെസ്റ്റോറൻറ്റ്സ് ആണ്. റെസ്റ്റോറൻറ്റ്സ്, കഫേസ്. ജോധാ മഹൽ മന്ദിർ. റൈറ്റ് ടേൺ. ഗൂഗിൾ മാപ്പിന് വരെ നമ്മൾ വീഡിയോ നോക്കിയാൽ പോകുന്നത്. ഈ ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ടോ മോനെ, വൈബിച്ചാണ്. ഭയങ്കര ചെറുതായിട്ട് വരും കേട്ടോ. പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ ആക്ച്വലി ബ്ലൂ കളറിൽ.
ഇത് ഒരു മന്ദിരമായിട്ട്. ഇവിടെ പോകുന്ന വഴിക്ക് കുറേ മന്ദിരങ്ങളുണ്ട്. ഇത് വീടാണെന്ന് തോന്നുന്നു. CCTV ഉള്ള വീടാണ്. പിന്നെ വേസ്റ്റ് ഉണ്ട്. എൻ്റെ മോൻ ഇത് കണ്ടു. ഇത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരാൾ അവിടെ എൻ്റെ മണിക്കിരിക്കുന്നത്. പക്ഷേ ബ്ലൂ സിറ്റിയാണ് ആക്ച്വലി. റൈറ്റ് സൈഡിലും ഉണ്ട് പുരാ. ഇതെല്ലാം ബ്ലൂ സിറ്റിയിലേക്കുള്ള വഴിയാണ്. ബ്ലൂ സിറ്റി കയറി നമ്മൾ ലൈനകത്ത് കയറി എല്ലായിടത്തും നമുക്ക് ബ്ലൂ കളറിൽ കാണാം. അതാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ബ്ലൂ കാണുന്നില്ല. ലെഫ്റ്റിൽ കുറച്ച് ബ്ലൂ ഉണ്ട്. പാർക്കിംഗ് ഏരിയ അല്ലോ. ഇതൊരു മന്ദിരം കേട്ടോ. ഇവിടെ പോകുന്ന വഴിക്കെല്ലാം കുറേ മന്ദിരങ്ങളുണ്ട്. ഇവിടെ കുറച്ച് ഇരുണ്ട സ്ഥലമാണ് കേട്ടോ. വേറെ റൂട്ട് പോവാം. മേളത്തെ പച്ചയത്തെ ഹില്ലോട്ടാണ് പോകാം. പോവാം. ഭയങ്കര ഇടിഞ്ഞ വഴി കേട്ടോ. നേരത്തെ വഴിയാ. പത്ലിയെ നമ്മൾ വിന്ററിലാട്ടോ വരുന്നത്. ഇപ്പൊ മഴ കാരണം ഫുള്ള് കണ്ടോ മഴയുടെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് പക്ഷെ സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആണ് ആക്ച്വലി. പോളണ്ട്. ഓക്കെ. पोलैंड. ओके. पोलैंड मतलब कंट्री है ना एक. हाँ ये देखो भैया. കേട്ടോ ഇത്രയും ഇടിഞ്ഞ വഴി കൂടെ നമ്മൾ പോകുന്നുണ്ട്. ഇതാണ് ബ്ലൂ സിറ്റി. जोधपुर MC जोधपुर म्यूनिसिपालिटी कॉर्पोरेशन അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. आपके पीछे भी क्या है अच्छी जगह ना है? अच्छी जगह ना. अच्छा है यार. अच्छा है. कैफे चलो. कैफे और यहाँ से ना थोड़ा आगे जाके दिखा दो. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുൾ പെയിൻറ്റിങ്. അതിന് ചുറ്റും എല്ലാ ദൈവങ്ങളുടെയും പെയിൻറ്റിംഗ് ഉണ്ട്. ഇവിടെ കളേർഡ് സ്റ്റെപ്സ്. हाँ ठीक है. हाँ बैठो यहाँ बैठो. ഇവിടെ നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലെ ഇനി കുപ്പിയിൽ ഉജാല വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. പട്ടി വരെ ആയിരിക്കുന്നുണ്ട്. मुझे ना यूट्यूब में डालना है. हाँ ഇവിടെ ജോധ്പൂർ സിറ്റി പോലീസ് സ്ഥാനം ഇവിടെ വരുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലൂ സിറ്റിയിലെ കാഴ്ചകൾ. അപ്പോൾ ബ്ലൂ സിറ്റി ജോധ്പൂരിൽ നിന്ന് വിടാം.